നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിവാഹപ്രായം കഴിഞ്ഞ മോള് ആ മോൾക്ക് എടുത്തു വളർത്തുന്ന ഒരു കുട്ടി അത് എല്ലാവർക്കും ഭാരാണെന്ന് ഞാൻ പറയുമ്പോ അത് കുത്തുവാക്കായിട്ട് ആരും ധരിക്കരുത്. ഞങ്ങൾ ഭാരം തന്നെയാണ്. വിവാഹാലോചന വന്നതേ ഉള്ളൂ. കുശുകുശുക്കലും മുറുമുറുക്കലും ഒക്കെ തുടങ്ങി. എന്നാലും വന്ദനമോളുടെ ഈ ബന്ധം നടക്കുമെന്നൊരു പ്രതീക്ഷ. അവിടെ ഒന്ന് ഇങ്ങോട്ട് വാ. എന്താണാവോ അച്ഛമ്മ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? വളരെ ഹാപ്പിയാ. നിനക്ക് ഭാഗ്യം തെളിഞ്ഞടി. എനിക്ക് ഭാഗ്യം തെളിഞ്ഞെന്നോ? അച്ഛമ്മ വല്ല സ്വപ്നം കണ്ടോ? ഇത് ഡ്രീം ഒന്നുമല്ല. അങ്ങനെ ഒരു ഇമാജിനേഷൻ എന്റെ മോൾക്ക് വേണ്ട. ഇറ്റ്സ് ട്രൂ. നടക്കാൻ പോകുന്ന സത്യം. അച്ഛമ്മ കാര്യം പറഞ്ഞേ. കാര്യം ഞാൻ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആ വിശേഷം നിന്റെ അച്ഛന്റെ അമ്മയുടെ നാവ് കൊണ്ട് പറയുന്നതാണ് അതിന്റെ ഒരു സുഖം. ഇനി പറഞ്ഞോ. എന്താ അച്ഛാ അച്ഛമ്മ ഇങ്ങനെ സർപ്രൈസ് ഇടുന്നത്? അത് എന്താ നിങ്ങൾക്കൊന്നും പറയാൻ വയ്യേ? മോളെ, നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഇത് പറയാൻ നിങ്ങളൊക്കെ എന്തിനിങ്ങനെ മടിക്കുന്നത്? ഓ, ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ടായിരിക്കും അല്ലേ? എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിക്കുന്നത്? ജാതകദോഷമുള്ള പെണ്ണ്, ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്ന പെണ്ണ്, അങ്ങനെയുള്ള ഒരുവളെ ആര് വിവാഹം കഴിക്കാൻ തയ്യാറാവാ? എന്തിനാച്ചാ വീണ്ടും വീണ്ടും സ്വയം നാണം കിടന്ന് പണിക്കിറങ്ങുന്നത്? വിട്ടേക്ക്. മോളെ, എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന സോമനെ നീ ഓർക്കുന്നില്ലേ? നിന്റെ സോമനങ്ങള്. നിന്റെ വിവാഹം വളരെ നല്ല രീതിയിൽ നടക്കണമെന്ന് നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ആളാ സോമൻ. ആ സോമൻ കൊണ്ടുവന്ന പ്രപ്പോസൽ ആയതുകൊണ്ടാ ഇതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സോമൻ വരണ്ട കൂട്ടരോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദിയമോളെ സ്വന്തം മോളെ പോലെ വളർത്താൻ പയ്യനും ബന്ധുക്കൾക്കും പരിപൂർണ സമ്മതവുമാണ്. മോളെ, പയ്യൻ ഏതോ വലിയ പത്രത്തിലെ വലിയ ശമ്പളമുള്ള ജോലിയാ. അതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ചു പോകാം മോളെ. സർവവും ദേവിയുടെ തിരുമുന്നിൽ അർപ്പിച്ചു കഴിയുന്നവളല്ലേ നീ? ആ ദേവി ചൂണ്ടിക്കാണിച്ചു തന്ന വഴിയാ. മോള് മുഖം തിരിച്ചു കളയല്ലേ. മോളെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ഇതുവരെ അച്ഛനും അമ്മയും പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. വിവാഹപ്രായം കഴിഞ്ഞ മോള് ആ മോൾക്ക് എടുത്തു വളർത്തുന്ന ഒരു കുട്ടി അത് എല്ലാവർക്കും ഭാരാണെന്ന് ഞാൻ പറയുമ്പോ അത് കുത്തുവാക്കായിട്ട് ആരും ധരിക്കരുത്. ഞങ്ങൾ ഭാരം തന്നെയാണ്.
അത് ഒഴിവാക്കാൻ ദേവി ചൂണ്ടിക്കാട്ടിയ വഴിയാണെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. അവള് പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ മാധവ? പോസിറ്റീവായിട്ട് എടുത്താ മതി. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. എന്റെ തൊഴുവങ്കോട് ഭഗവതേ. മോളെവിടെ പോയി? വിനുവേട്ടനായിട്ട് കളിക്കാൻ പോയതാണോ? ദീമോളെ, ദീമോളെ, മോളെ, 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 ദീമോളെ, മോളെ, മോളെ. ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവളിത് എവിടെ പോയി? കഷ്ടകാലം പിറകെ കൂടിയിരിക്കാണോ? എവിടെ പോയെന്ന് അന്വേഷിക്കാം. ദേവി ഭഗവതി, എന്റെ മോൾക്കൊരാപത്തും വരുത്തരുതേ. മോളെ, ദീമോളെ, മോളെ, മോളെ, എന്താ മോളെ? എന്റെ മോൾ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ഇല്ല. മോളുടെ വിഷമം എന്താണെന്ന് പറ. മോൾ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുന്നേ? എല്ലാരും വന്ദനമ്മയ്ക്ക് കല്യാണമായെന്ന് പറയുന്ന കേട്ടു. അത് കേട്ടപ്പോ മോൾക്ക് സങ്കടമായി. എന്റെ കല്യാണത്തെ കുറിച്ച് കേട്ടപ്പോ മോൾ എന്തിനാ കരയുന്നേ? വന്ദനമ്മ കല്യാണം കഴിഞ്ഞു പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.